ശ്രീ അരുൺ ചൂളക്കൽ, ഇതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ 2019 ഇലക്ഷന് ശേഷം വീട് വീടാന്തരം കയറി മാപ്പു പറഞ്ഞു എന്നൊക്കെ രാഷ്ട്രീയ വിശദീകരണം നടത്തി, ശരിയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി 9 അംഗ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ എസ് സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നിരയാകെ ഉറ്റുനോക്കുന്നത് സർക്കാർ എന്ത് നിലപാട് പറയുന്നു എന്നുള്ളതാണ്. അതായത് അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം, അതിന് പിന്നിലെ രാഷ്ട്രീയ അവസരത്തോടുള്ള ആസക്തി വളരെ പ്രകടമാണ്. പിന്നെ എങ്ങനെയാണ് സർക്കാർ ഒരു നിലപാട് പറയുക? സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ബോധത്തിൽ ഉറച്ചു നിൽക്കണം, ഞങ്ങൾക്ക് അവിടെ ഒരു സുവർണാവസരം കാണണമെന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്, അതിന് വഴിപ്പെട്ട് തരണോ സർക്കാർ? ഒരിക്കലുമല്ല. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ CPM പാർട്ടിയെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തിയില്ല. എനിക്ക് ഉറപ്പുണ്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്നും CPM പ്രതിനിധിയെ വിളിക്കാത്തതുകൊണ്ടല്ല CPM വരാത്തത്. അവർക്ക് കൃത്യമായി ഒരു നിലപാട് പറയാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് CPM ഈ പ്രതിനിധിയെ ഈ ചർച്ചയിൽ അയക്കാത്തത്. നല്ല ന്യായമാണ്. പക്ഷേ കോൺഗ്രസ് എല്ലാ വിഷയങ്ങളും അല്ല, ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ശബരിമലയിൽ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ വനിതാ മതിൽ കെട്ടിപ്പോക്കാൻ CPM നടത്തിയതിന് സംസ്കാര ചെലവ് 50 കോടി രൂപയാണ് ചെലവാക്കിയത്. CPM സർക്കാരിൻ്റെ ഒരു പ്രൊപ്പോഗേറ്റഡ് PR നടത്താൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. അതിൻ്റെ പേരിൽ CPM വോട്ട് കുറഞ്ഞു. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് CPM അട്ട ഫ്ലോപ്പായി പോയി. അതോടെ അവരുടെ നിലപാട് പൂർണ്ണമായും മാറി കൊണ്ട് ഇപ്പോൾ ഞാൻ പറയാം, അന്ന് CPM ഇതേ നിലപാട് എടുത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ കോലാഹലങ്ങൾ, 1000 കണക്കിന് പോലീസിനെ ഇറക്കി, എത്ര ഭക്തർക്കാണ്, എത്ര പ്രായമായ വയോധികൾക്ക് പോലും CPM പിണറായി പോലീസിൻ്റെ അക്രമത്തിൽ പരിക്കേറ്റു. എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അന്ന് ഇതേ നിലപാട് എടുത്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇത്രത്തോളം എത്തുകയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിശ്വാസികളെ കയറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നവോത്ഥാന നായകനാകാൻ വേണ്ടി മാത്രം CPM പിന്തുണയുള്ള CPM ആശയങ്ങൾ വിശ്വസിക്കുന്ന ദൈവമില്ല എന്ന് പറഞ്ഞു നടന്ന ആൾക്കാരെ ആണ് ശബരിമല കയറ്റാൻ വേണ്ടി ആയിരക്കണക്കിന് പോലീസിനെ കാവലും പടച്ചട്ടയും ഇട്ട് കൊണ്ടുപോയത്. കോടിക്കണക്കിന് രൂപ PR-ന് 50 കോടിയോളം രൂപയാണ് നവോത്ഥാന മതിലെന്ന് പറഞ്ഞ വനിതാ മതിലിന് വേണ്ടി CPM ചെലവാക്കിയത്. ഇതിനൊന്നും ഒരു തെറ്റില്ലേ? പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട്, കോൺഗ്രസ് അപ്പോഴും ചോദിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ, മുമ്പും VS അച്യുതാനന്ദൻ്റെ സർക്കാരായാലും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരായാലും ഒരേ നിലപാടാണ് കോടതിയിൽ അറിയിച്ചത്. അതിനുശേഷം CPM അന്ന് നിലപാട് തിരുത്തുകയും സുപ്രീം കോടതിയുടെ വിധി എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും. ഒന്ന് പറയാമോ? VS സർക്കാരിന്റെ അഫിഡവിറ്റും ഉമ്മൻചാണ്ടിയുടെ അഫിഡവിറ്റും ഒന്നായിരുന്നോ? ഒരു നിലപാടാണോ പറയുന്നത്? കോൺഗ്രസും ഞാൻ പറയാം, അന്ന് വന്ന നിലപാട്, VS അച്യുതാനന്ദൻ സർക്കാർ എടുത്ത നിലപാടിനെ നമ്മൾ ഒരിക്കലും അനുകൂലിച്ചല്ല ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കേണ്ട. ഞാൻ പറയുന്നത് കോൺഗ്രസ് അന്നും എന്നും ഒരേ നിലപാട് തന്നെയാണ്. വളച്ചൊടിക്കണമെങ്കിൽ പോലും ഒരു സാധ്യത തരണ്ടേ അരുണേ? എന്തെങ്കിലുമൊക്കെ ഘടകവിരുദ്ധമായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ? ഒരിക്കലുമല്ല. CPM അന്ന് ചെയ്ത ഈ നിലപാട്, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന, ഈ CPM ഒരേ നിലപാടല്ലല്ലോ എന്നും ഒരു ഇലക്ഷൻ. ഇന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വസിക്കുന്ന ഒറ്റ കാര്യമാണ്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയോണ്ട് മാത്രമാണ് വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സുപ്രീം കോടതിയിൽ പിണറായി വിജയന്റെ സർക്കാർ അറിയിച്ചത്. ഇത് വിശ്വാസികളുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാനോ വേണ്ടി ഒന്നുമല്ലാതെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? അതായത് നിങ്ങളുടെ നിലപാട്. അപ്പൊ അത് സ്വീകരിച്ച തെറ്റാണോ? ഒരിക്കലും CPM നിലപാട് അന്നത്തെ നിലപാട് എന്താ, ഇന്നത്തെ നിലപാട് എന്താണെന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. കാരണം CPM ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം CPM എന്നും ശബരിമല ഒരു രാഷ്ട്രീയം, അതായത് നവോത്ഥാനം കൊണ്ട് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു, അത് പരാജയപ്പെട്ടു. ഇപ്പം അവരുടെ നിലപാട് നേരെ എടുക്കുകയാണ്. നേരെ ഘടകവിരുദ്ധമായ നിലപാട് അന്ന് എടുത്തത് എന്തായിരുന്നു? രാഷ്ട്രീയ സാധ്യത കണ്ടുകൊണ്ടാണോ? കോൺഗ്രസ് ശബരിമല ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രമല്ല കാണുന്നത്. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം, കോടിക്കണക്കിന് ഭക്തർക്കൊപ്പം തന്നെയാണ് എന്നും ഇപ്പോൾ CPM പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, രാത്രി നിലപാട് മാറ്റിയതാണോ അതോ രാജ്യത്തെ സുപ്രീം കോടതി വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഈ നിലപാടല്ല എന്നല്ലോ 2018 CPM ഉണ്ടായിരുന്നത്. അന്ന് ഈ നിലപാടുണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, എത്ര പേർക്കാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. ശബരിമല ഇന്നിപ്പോൾ സ്വർണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ശബരിമല ഈ ഇഷ്യൂ ഇതുവരെയുണ്ടായിരുന്ന CPM നിലപാട് നേരെ മാറ്റുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CPM ശബരിമലയിൽ ഇന്നുള്ള നിലപാടും അന്നുണ്ടായ നിലപാടിന്റെ വേർതിരിവ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. CPM നിലപാട് യൂട്ടെടുത്ത് തന്നെയാണ്. അഫിഡവിറ്റ് ഫയൽ ചെയ്തു എന്നാണ് ഞാൻ ആ സമയത്ത് തിരുത്തിയില്ല എന്നേ ഉള്ളൂ. ഈ പ്രക്ഷോഭത്തിന് ശേഷം ഈ നിലപാട് തന്നെയാണ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതൊന്ന് വാക്കാൽ അറിയിച്ചു എന്നേ ഉള്ളൂ. മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞു ഇപ്പം വിധി നിൽക്കുന്നുണ്ട്. പക്ഷേ CPM നിലപാട്, കൃത്യമായ നിലപാട് ഉണ്ടോ?
അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്ന CPM നിലപാടുണ്ടോ? ഇപ്പം എനിക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ഇപ്പം വിധി നിലനിൽക്കുകയാണ്. ആ വിധി നിലനിൽക്കെ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും ഇനി ഒരു യുവതി പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടേണ്ടെന്ന് കേരള പോലീസിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. CPM അന്ന് ആ ഒരു മാധ്യമ ശ്രദ്ധയിൽ യുവതികളെ കയറ്റുമ്പോൾ ഇന്നെന്താ കയറ്റാൻ ധൈര്യമില്ലാത്ത CPM സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ച ശേഷം പിന്നെ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പൊ CPM അതിന്റെ വികാരമാണ് നഷ്ടപ്പെട്ടത്. നിലപാടിൽ മാറ്റം വരുത്തരുത്. നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ അവസരമുള്ളത് കൊണ്ടല്ലേ? അത് രാഷ്ട്രീയ ദുഷ്ടലാക്കല്ലേ? നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ CPM ശബരിമലയുടെ പേരിൽ വില കൊടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിമുട്ടല്ലേ? അല്ലാതെ അയ്യോ CPM ഡയലൂട്ട് ചെയ്യാൻ പാടില്ല, CPM പ്രത്യയശാസ്ത്രമല്ലേ, ഞങ്ങളെ പോലെ അല്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ടല്ലോ. CPM അന്നൊരു നിലപാടും ഇന്നൊരു നിലപാടും നമ്മൾ യൂട്ടേൺ നമ്മൾ പറയാൻ കാരണം അന്ന് CPM എടുത്ത നിലപാട് കാരണം കോടിക്കണക്കിന് ഭക്തർക്ക് വിഷയം ഇഷ്യൂ ആയിട്ടുണ്ട്. നമുക്കറിയാം എത്ര ശബരിമലയിൽ CPM നിലപാടായിരുന്നു, സുപ്രീം കോടതിയുടെ ഉത്തരവായിരുന്നു അരുണേ. സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞ പോലെയാണോ CPM നടത്തിയ? ഒരു വിശ്വാസവും ഇല്ല, മതം വിശ്വാസമില്ല, ദൈവവിശ്വാസമില്ല, എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്ന ആൾക്കാരെ പോലീസ് പ്രൊട്ടക്ഷനിലേക്ക് കയറ്റാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? അവർ ദർശനത്തിന് വേണ്ടി എത്തിയാൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എയ്ത്തിസ്റ്റ് ആയ ആളുകൾ ദർശനത്തിന് എത്തിയാൽ എന്ത് ചെയ്യണമായിരുന്നു? സെന്റർ വെച്ചിട്ടുണ്ടോ വിശ്വാസം നോക്കാനില്ലല്ലോ. അവിടെ ദർശനത്തിന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദർശനത്തിന് ആളുകളോട് എന്ത് പറയണമായിരുന്നു? CPM കയറ്റാൻ ശബരിമലയിൽ വ്രതമെടുത്ത് കയറണമെന്നാണ് ആചാരം. പക്ഷേ ഈ കയറിയ കനകദുർഗയായാലും ബിന്ദു അമ്മയായാലും കയറാൻ ശ്രമിച്ച രഹ്ന ഫാത്തിമ ആയാലും വ്രതമെടുത്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവർക്ക് മതമില്ല, അവർക്ക് ദൈവവിശ്വാസമില്ല, എയ്ത്തിസ്റ്റ് ആണെന്ന് പരസ്യമായി നിലപാടെടുത്ത് 3 പേരെ CPM അനുകൂലികളെയാണ് ശബരിമലയിൽ കയറ്റാൻ നോക്കിയത്. ഒരിക്കലും ഒരു വിശ്വാസിയെ കയറ്റാൻ നോക്കിയതല്ല. അന്ന് അതിനു വേണ്ടി അവരെ കയറ്റാൻ വേണ്ടി നിരവധി ആൾക്കാരെ പോലീസ് മർദ്ദിച്ചു. Debate with Madhu Saji.